എല്ലാവർക്കും നമസ്കാരം. എനിയഗ്രാം നമ്മൾ വളരെ മനോഹരമായ ഒരു ശാസ്ത്രമാണ് എനിയഗ്രാം എന്ന് പറയുന്നത്. 9 ഭാഷ സംസാരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇതിലേതോ ഒരു ഭാഷ മാത്രമേ നമുക്കറിയൂ. ബാക്കി 8 പേരുടെ ഭാഷ നമുക്കറിയില്ല. അതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്തത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് മനസ്സിലാവാത്തത്. 2 പേര് സംസാരിക്കുന്നത് 2 ഭാഷയായതുകൊണ്ടാണ്. ആ 9 ഭാഷകൾ, ലോകത്താകെ 9 ഭാഷയാണുള്ളത്. 9 ഭാഷകൾ മാത്രമേ ഉള്ളൂ. ഈ 9 ഭാഷയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി ഒരേ സിറ്റുവേഷനിൽ ഈ 9 പേരും എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് മനസ്സിലാക്കിയത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് ഈ 9 ആൾക്കാരൊന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതാണ്ട് എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ പോലും 1-2 സിറ്റുവേഷൻ, ഒരേ സിറ്റുവേഷനിൽ എങ്ങനെയാണ് 9 പേര് പെരുമാറുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. 9 പേര് 9 രീതിയിലാണ് റോഡ് ക്രോസ് ചെയ്യുക. ഒരു പക്ഷെ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾ ഏത് പേഴ്സണാലിറ്റിയിലാണ് എന്നുള്ളത്. നമുക്കിന്നിപ്പോൾ ചർച്ച ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ പേഴ്സണാലിറ്റി നമുക്ക് എങ്ങനെയാണ് അസസ് ചെയ്യാം, അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്. അതിന് നല്ലൊരു മാർഗം ക്വസ്റ്റ്യനെയറും ആൻസർ ക്യൂ ആണ്. ധാരാളം ക്വസ്റ്റ്യനെയർ നമുക്ക് ഓൺലൈനിൽ കിട്ടാനുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ഞാൻ തന്നെ ഏതാണ്ട് ഒരു 10 വർഷത്തെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. 90 ചോദ്യമുള്ള ക്വസ്റ്റ്യനെയർ. കൃത്യമായിട്ട് നിങ്ങളത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അക്യുറേറ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മളെ പേഴ്സണാലിറ്റി കിട്ടും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഉള്ളിൽ 9 പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിലേതോ ഒരു പേഴ്സണാലിറ്റി വളരെ കൂടുതൽ ഉയരത്തിൽ നമ്മൾ ഗ്രാഫ് കാണിക്കും. ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിൽ എല്ലാ പേഴ്സണാലിറ്റിയും ഉണ്ട്. ചിലപ്പോൾ 1-ലധികം പേഴ്സണാലിറ്റി ഒരേ ഗ്രാഫിൽ കിട്ടിയ ആൾക്കാർ 1-ലധികം പേഴ്സണാലിറ്റി ഉണ്ടാവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ അത് റെഡീംഡ് ആവാം, അൺറെഡീംഡ് ആവേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ചർച്ച ചെയ്തത്. അതിനു മുമ്പ് ഒരു വഴി ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ പലപ്പോഴും ക്വസ്റ്റ്യനെയർ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ മാനസികാവസ്ഥ നമ്മളെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ വളരെ തിരക്കിലായിരിക്കാം, ചിലപ്പോൾ നല്ല ഉത്സാഹത്തിലായിരിക്കാം. ആ മാനസികാവസ്ഥ ക്വസ്റ്റ്യനെയറിനെ ബാധിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഒരു പ്രാവശ്യം ക്വസ്റ്റ്യനെയർ ചെയ്താൽ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടണമെന്നില്ല. ഒരു 10 പ്രാവശ്യമെങ്കിലും 10 മാനസികാവസ്ഥയിൽ ക്വസ്റ്റ്യനെയർ ചെയ്ത് അതിൻ്റെ അകത്ത് ഏവറേജ്, അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഹൈ ആയി നിൽക്കുന്ന പേഴ്സണാലിറ്റി വേണം കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഓരോ സമയത്ത് ഞാൻ പറഞ്ഞ ഓരോ മാനസികാവസ്ഥയാണ്. ഈ ക്വസ്റ്റ്യനെയർ ചെയ്യുന്നത് പോലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പേഴ്സണാലിറ്റി മനസ്സിലാവും. ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ്. ഞാൻ പറഞ്ഞു, 1 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനെയർ കണ്ടു കഴിഞ്ഞാൽ അയാൾ ആദ്യം തന്നെ അതിനകത്തുള്ള തെറ്റുകളായിരിക്കും കണ്ടുപിടിക്കാം. കാരണം ഇത് ശരിയായില്ല, ഇതെങ്ങനെയാണോ ചെയ്യാം, ഇതിങ്ങനെയായാൽ കുറച്ചുകൂടി നന്നായിരുന്നു, നമ്മളെ കുറെ ഉപദേശിക്കും. 2നോട് ക്വസ്റ്റ്യനെയർ ചെയ്യാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യനെയർ ആൻസർ കീയും കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ക്വസ്റ്റ്യനെയർ അല്ല ആൻസർ കീ ഇല്ല എന്ന് മനസ്സിലായാൽ, ക്വസ്റ്റ്യനെയർ ഇല്ല എന്ന് മനസ്സിലായി തൻ്റെ ക്വസ്റ്റ്യനെയർ അവർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കും. ഒരാളെ സഹായിച്ചല്ലോ. 3ആണെങ്കിൽ ഇതിലൊന്നും വരെ താല്പര്യമില്ല, വെറുതെ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമ്മളെടുത്ത് വന്ന് ചോദിക്കും, അല്ല ഈ പരിപാടി ഞാൻ നമ്മുടെ നാട്ടിൽ നടത്തിയാലോ, ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടത്താം, ഞാനൊരു 100 പേരെ സംഘടിപ്പിക്കാം, നമുക്കൊരു 2000 രൂപ വെച്ച് വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 2 ലക്ഷം ഉറുപ്പ്യാവും. അവരെ അതിൽ സാറിന് പകുതി എനിക്ക്, നമുക്ക് 2 പേർക്ക് കൂടെ എടുക്കാം. അങ്ങനെ ഒരു ബിസിനസ് കണ്ടെത്തും. 4ആണെങ്കിലോ ആദ്യം പറയാം, അയ്യോ ഈ മനുഷ്യന്മാരൊന്നും ഇങ്ങനെ എങ്ങനെ ഞങ്ങൾ ക്വസ്റ്റ്യൻ അടിസ്ഥാനത്തിലേക്ക് ഓരോ മനുഷ്യനും ഓരോ പ്രകൃതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അതിനെക്കുറിച്ചൊരു കവിതയൊക്കെ എഴുതി കളയും. 5നോട് പറഞ്ഞാലോ 5 വളരെ ആഴത്തിൽ സംശയം തീരില്ലല്ലോ. അതുകൊണ്ട് തന്നെ 5 നമ്മളോട് പറയും, സാറേ ഒരു കാര്യം ചെയ്യണം, ഇതിൽ ശരി തെറ്റിയെന്നുള്ള 2 കോളം പോരാ, നമ്മൾ 5 മാർക്ക് ഇടുക. മുഴുവൻ 100% ആണെങ്കിൽ 5 ഇടുക, ഇന്നോന്നാണെങ്കിൽ 0 ഇടുക, പകുതി ആണെങ്കിലും 3 ഇടുക. അങ്ങനെ ഒരു റേറ്റിംഗ് വേണം എന്ന് പറയും. എന്നിട്ട് അവസാനം എല്ലാത്തിലും 3 എഴുതിക്കും, സംശയം തീരാത്തോണ്ട്. കാരണം പലതും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. 6നോട് പറഞ്ഞാൽ 6 എന്ത് ചെയ്യും, നമ്മളോട് ആൻസർ കീ വാങ്ങുമ്പോൾ ആദ്യം പറയുക ഒരു ആൻസർ കീ അധികം തരുമോ, എന്തിനാ അത് തെറ്റിപ്പോയാലോ, ഭയമാണല്ലോ, എല്ലാത്തിനും ഭയമാണല്ലോ. 7ആണെങ്കിൽ ഇതൊന്നും ചെയ്യാനുള്ള ക്ഷമയില്ല, അടുത്ത സുഹൃത്തിനെ പരിചയപ്പെടണം, കഥ പറയണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും, ഒട്ടനെ നമുക്ക് വിഷമമാവണ്ട വിചാരിച്ചിട്ട് 10 ശരി 10 തെറ്റ്, 10 ശരി 10 തെറ്റ്, 10 ശരി 10 തെറ്റ്, അങ്ങനെ നമ്മളെ കൊണ്ടുത്തരും. കാരണം അത്രയൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട്. 8ആണെങ്കിലോ ഉടനെ എല്ലാ സമയത്ത് എല്ലാവരും വാങ്ങുന്നതൊക്കെ എല്ലാവരും കളക്ട് ചെയ്ത് അതിൻ്റെ അത്
9 പൊതുവേ അലസത ഉള്ളതുകൊണ്ട് ഇതൊക്കെ എന്തിനായത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു പകുതിയൊക്കെ ചെയ്ത് ആടത്തേക്ക്. ആ ഒരു സിറ്റുവേഷൻ ശരിക്കും നമ്മൾക്ക് ക്വസ്റ്റ്യനർ ചെയ്ത് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാവുക ഒരാളുടെ പ്രകൃതം ഒരു ക്രൈസിസിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാലാണ്. പ്രത്യേകിച്ച് ഒരു സംഭവം. ഇപ്പൊ 2 ഉദാഹരണങ്ങൾ നമ്മൾ നോക്കാം അവിടെ. ഒരു റോഡ് ക്രോസ് ചെയ്യുന്നത്. നമ്പർ 1 എങ്ങനെയായിരിക്കും റോഡ് ക്രോസ് ചെയ്യാം? സത്യം മാത്രം പറയുന്ന ആളാണ്, ധർമ്മം ചെയ്യുന്ന ആളാണ്, ശരി തെറ്റ് എന്ന 2 രീതി ചിന്തിക്കുന്ന, ശരി മാത്രം ചെയ്യണം, തെറ്റ് ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അപ്പൊ നോക്കിയ സമയത്ത് അവരെ നിയമം അനുസരിച്ച് എന്താണ് അല്ലെ, ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെയാണോ ലേണേഴ്സ് സ്കൂൾ ഡ്രൈവിംഗ് പഠിച്ചത് അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഇനി അവരങ്ങനെ വണ്ടി ഓടിക്കുന്നത് മാത്രമല്ല, വേറെ ആരെങ്കിലും തെറ്റി വണ്ടി ഓടിച്ചാൽ അവരെ ചീത്തയും പറയും. അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ച് സീബ്ര ക്രോസിൽ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വന്നപ്പോൾ സീബ്ര ക്രോസിൽ എന്ത് ചെയ്യും, ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ നിന്നപ്പോഴാണ് ഒരു ഓട്ടോ വന്നത്. അങ്ങനെ ഓട്ടോയുടെ കൈ അടിച്ച് ഓട്ടോയിൽ കയറി. അപ്പോൾ ഓട്ടോയുടെ കുറിച്ച് എവിടേക്കാ? ഒരു സീബ്ര ക്രോസ്. തൊട്ടടുത്ത സീബ്ര ക്രോസ് പോയി 30 റുപ്യ കൊടുത്ത് ഇറങ്ങി. സമാധാനം, സീബ്ര ക്രോസ് ചെയ്യും. 2 ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ ഒരാൾക്ക് കണ്ണ് കാണില്ല. അപ്പൊ സഹായിക്കണ്ടേ? ഒട്ടനെ അയാളെ കൈ പിടിച്ച് അപ്പുറത്ത് കൊണ്ടാക്കി. അപ്പോഴാണ് അവിടെ ചെവിയേക്കാത്ത ഒരാൾ. അയാൾ അവിടുന്ന് പിടിച്ച് ഇവിടെ കൊണ്ടാക്കി. അപ്പോഴാണ് അവിടെ മിണ്ടാൻ പറ്റാത്ത ഒരാൾ. ഇയാളെ പിടിച്ച് അപ്പുറം കൊണ്ടാക്കി. എന്തിനാ കൊണ്ടാക്കി? നന്ദി വാക്ക് കേൾക്കാൻ. ഈ മിണ്ടാൻ പറ്റാത്ത ആൾക്ക് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് അയാൾ മിണ്ടാതെ പോവുകയും ചെയ്ത്. ഒട്ടനെ ഒരു നന്ദിയില്ലാത്ത വർഗം കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് ദേഷ്യം പിടിക്കും. കാരണം അംഗീകാരം കിട്ടിയില്ലല്ലോ. വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച എന്തിനാ? മുത്തശ്ശിക്ക് ശ്വാസം മുട്ട് കൂടിയപ്പം ശ്വാസം മുട്ടിന്റെ ഗുളിക അങ്ങ് പറഞ്ഞയച്ചാ. ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർക്ക് വലിയ ഗുണം ഉണ്ടാവില്ല, നാട്ടുകാരെ സഹായിക്കാൻ പോകുന്നത്. 4 എന്ത് ചെയ്യും? 4 ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആർക്കും സമയമല്ല. വണ്ടി തുരിതര അങ്ങോട്ട് കൊണ്ടുപോവാണ്, തിരക്കാണ്, ബഹളാണ്. അപ്പൊ ഇതുവരെ തിരക്കിട്ട് ഇവരൊക്കെ എവിടേക്കാ പോണത്? അവസാനം എല്ലാവരും മരിച്ചു പോകല്ലേ. ഉടനെ ഖണ്ഡകാവ്യം ഈ മനുഷ്യനെ തിരക്കുകളെ കുറിച്ച്, ഹേ മനുഷ്യ എന്നൊക്കെ പറഞ്ഞ കവിത എഴുതി ഖണ്ഡകാവ്യം. 5 എന്ത് ചെയ്യും? 5 സൊല്യൂഷൻ്റെ ആളല്ലേ. 5 ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്നൊക്കെ പുസ്തകം വായിച്ചാലോ, അല്ലേ അടുത്തിരിക്കുന്ന ആളെന്തെങ്കിലും ചോദിച്ചാലോ, അല്ലെങ്കിലോ ഫോണിൽ ഇങ്ങനെ നോക്കും, പുതിയ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടുപിടിക്കും. അതോ അപ്പം ആ സമയത്ത് ചിന്ത ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം 5 ഇങ്ങനെ ചിന്തിക്കും, ഒരു സ്വിച്ച് വേണം, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറ്റി ഇങ്ങനെ പൊന്തി വരണം, എന്നിട്ട് ആൾക്കാർ അങ്ങോട്ട് പോയതിനു ശേഷം സ്വിച്ച് ഇങ്ങനെ ആ കുറ്റി അങ്ങോട്ട് താണു പോകണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കാത്തു കണ്ടില്ലല്ലോ, അല്ലേ, ഈ തിരക്കുള്ളതെന്ന് നടക്കില്ല, ഇതൊക്കെ സിസ്റ്റമാണ് വേണ്ടതെന്നൊക്കെ 5 പറയും. ഗവേഷണം നടത്തിക്കളയും. 6 എന്ത് ചെയ്യും? 6 ഇങ്ങനെ 3 മണിക്ക് റോഡുമേൽ നിൽക്കുക, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടത്തോട്ട് നോക്കി വണ്ടിയില്ല, വലത്തോട്ട് നോക്കി വണ്ടിയില്ല, പക്ഷേ നയിക്കാൻ ആളില്ലല്ലോ, അങ്ങനെ ക്രോസ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോഴാണ് 3:30 ടിൻഡു മോൻ നഴ്സറി സ്കൂളിൽ വിട്ട് വന്നത്. ടിൻഡുമോൻ ഇടത്തോട്ട് വലത്തോട്ട് നോക്കാണ്ട് ഒറ്റ റോഡും കൂടി അതിന്റെ പിന്നാലെ അങ്ങ് പോയി. ടിൻഡുമോൻ മതി, നയിക്കാൻ ഒരാളുണ്ടല്ലോ. 7 എന്ത് ചെയ്യും? 7 ഭയങ്കര ആഘോഷമല്ലേ, 10 ആൾക്കാരില്ലേ ഇവിടെ. 3 നമ്മൾ പറഞ്ഞിട്ടില്ല. 3 എന്ത് ചെയ്യും? 3 റോഡ് സൈഡിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു 30 ആളുണ്ട്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 3 ഇങ്ങനെ ചിന്തിക്കും, ഈ 5 മിനിറ്റ് ഈ 30 ആൾക്കാർ എവിടേക്കാണ് നോക്കുന്നത്? ആ കോർണറിലേക്കല്ലേ. ആ കോർണറിൽ നമ്മളൊരു കമ്പനിയുടെ പരസ്യം വെച്ച് അങ്ങനെ ഉണ്ടോ? ഇത്രയും നേരം നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ കയറില്ലേ. അങ്ങനെ അവരെന്ത് ചെയ്യും? അവിടെ പിറ്റേന്ന് അവരെ കമ്പനിയുടെ പരസ്യം ചെയ്യും. 5 പറഞ്ഞു, 6 പറഞ്ഞു, 7 എന്ത് ചെയ്യും? 7 കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരല്ലേ. അപ്പൊ ആ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആൾ പരിചയപ്പെടാം. അങ്ങനെ അവിടെ വയനാട്ടില്ല, എൻ്റെ ഒരു വല്യമ്മേൻ്റെ മോളെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാനവിടെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നാളെ ആ വൈക്കല്ലേ ഊട്ടി പോവാം, നമ്മൾ നാളെ ഊട്ടിക്ക് ഒരു ടൂർ പോയാലോ. ആഘോഷമല്ലേ, യാത്രയല്ലേ, അതിൻ്റെ ഇടയ്ക്ക് പാട്ട് പാടി ഡാൻസ് ചെയ്ത് വെറുതെ നിൽക്കില്ല. ഇങ്ങനെ ചെവിയിൽ മറ്റു സാധനമൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കും. 8 എന്ത് ചെയ്യും? 8ന് വലിയൊരു ചാൻസ് അല്ലേ, ആൾക്കാർ നിൽക്കല്ലേ, വണ്ടി വാഹനങ്ങൾ നിർത്തുന്നില്ലല്ലോ. ഒട്ടനെ റോഡിന്റെ മുകളിൽ കയറി നിന്ന് തടുത്ത് ഇങ്ങോട്ട് വെച്ചല്ല വണ്ടിയും. എന്നിട്ട് ഈ ആൾക്കാർക്ക് അങ്ങോട്ട് പോയിക്കോളൂ, ആൾക്കാർക്ക് ഇങ്ങോട്ട് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കോളറൊക്കെ നിങ്ങാക്കി. ഒരു ദിവസം ഒരു പ്രാവശ്യം നേതാവാൻ പറ്റില്ല, മഹാഭാഗ്യം. ഇന്നലെ സുഖമായിട്ട് ഉറങ്ങാം. 9 ഏറ്റവും രസം. 9 വന്ന് നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പോവാ, കുറച്ച് നേരം അവിടെ നിൽക്കും, പിന്നെ 9 ചെയ്ത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തിനാ ഈ പ്രശ്നത്തിലൊക്കെ നിൽക്കണത്? വെറുതെ ഈ ഇട കൊടുത്ത് നിൽക്കണോ? തിരിച്ച് വീട്ടിലേക്ക് പോയിക്കളെ, റോഡ് ക്രോസ് ചെയ്യില്ല. ഒരു സിറ്റുവേഷൻ. ഇതുപോലെ നമ്മൾ കല്യാണ വീട് എടുത്ത് നോക്കിയാലോ. കല്യാണ വീട്ടിൽ പോയാലാണ് ഏറ്റവും രസം. നിങ്ങളൊരു കല്യാണ വീട്ടിൽ അല്ലെ മരണ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മാറി നിന്ന് നിരീക്ഷിച്ച് നോക്കൂ. 9 പേരെയും കൃത്യമായിട്ട് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. എന്ത് ചെയ്യും? ഒന്ന് കല്യാണ വീട്ടിൽ പോയി ഒക്കെ കറക്റ്റ് ചെയ്യാനല്ലേ. അപ്പൊ ആ തിരുമേന മറ്റേ ചക്കനെ മണ്ണിനെ ഇരുത്തി ആ സമയം 10 മണിയല്ലേ, 10 മണിയായിരുന്നു ആരും മുഹൂർത്തം തെറ്റിപ്പോകില്ലെന്ന് ചോദിച്ച് നാളെ ചീത്തറിന്. അങ്ങനെ നോക്കുമ്പോൾ പെണ്ണ് ഇടത്ത് ഭാഗത്താ. ആരാ അടുത്തത്? വലത്ത് ഭാഗത്തേക്ക് ആക്കും. ഇനി വലത്ത് ഭാഗത്താണെങ്കിൽ ഇവർ ഇടത്ത് ഭാഗത്തേക്ക് ആക്കും. ഞാൻ ഇടപെടണം, അത്രയേ ഉള്ളൂ. അപ്പോഴല്ലേ ആഗോള പ്രശ്നം. കിണ്ടീന്റെ വാല് തെക്കോട്ട് വെച്ചിട്ടുണ്ട്. പാടുണ്ടോ?
ആരാ കിണ്ടീനെ വടക്കോട്ടല്ലേ വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനോട് കിഴക്കോട്ടാക്കി അയാളൊക്കെ ചീത്തറിന് അങ്ങനെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഏഴുകളാടുന്ന അടിച്ചു പൊളിച്ച് പാടുന്ന പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്താ ഇതൊക്കെ അവർ കല്യാണം നടക്കുന്ന സ്ഥലമല്ലേ, നിങ്ങളെ തോന്നിവാസാണെന്നൊക്കെ ചോദിച്ചിട്ട് 7നോട് 2 ചാട്ടം. അങ്ങനെ ഓടി നടന്ന് എല്ലാവരെയും പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അവർക്ക് കല്യാണ വീട്ടിലൊക്കെ പോയാൽ അറിയാം. പണ്ട് ഗുരുവായൂർ ഭാഗങ്ങളിലൊക്കെ ഇല വിളമ്പുന്ന സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാനം തെറ്റിപ്പോയാൽ ഊണ് കഴിക്കാതെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓല വിളമ്പേണ്ട സ്ഥലത്താണ് അച്ചാറ് വിളമ്പിയ കഴിഞ്ഞു കഥ. ഇനി അപമാനിച്ചല്ല അതെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി കളയും. കാരണം അവർക്ക് അവരെ ശരിയുണ്ട്, അത് മാത്രമേ അവർ അംഗീകരിക്കൂ. അല്ലാത്ത ഒരു ശരിയും അവരെ ശരിയല്ല എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഒന്ന്. രണ്ടാണെങ്കിലോ, ഓടി അവിടെ ചായ കൊടുക്കുന്നു, ഇവിടെ ഭക്ഷണം കൊടുക്കുന്നു, മറ്റേയാളെ താലി എടുത്തുകൊണ്ട് കൊടുക്കുന്നു, അങ്ങോട്ട് ഓടുന്നു ഫുള്ള് ഓട്ടോ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. അപ്പോഴാണ് ചെയറില്ലാത്ത അപ്പുറത്ത് പോയി ചെയർ തലയിൽ താങ്ങി കൊണ്ടുവന്നാണ് കൊടുക്കുന്ന ആൾക്കാരെ ഇരിക്കാൻ പറയുന്നു. ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. സർവത്ര ഉത്സാഹ കമ്മിറ്റി ചെയർമാൻ. മൂന്നാണെങ്കിൽ ആ സ്റ്റേജ് കിട്ടിയ ആളെടുത്ത് മെല്ലെ പോയിട്ട്, നിങ്ങളാ സ്റ്റേജ് കിട്ടിയാ ഇതിനെന്ത് പൈസ തരും, ഇതിന് 25,000 റുപ്യാണോ, നിങ്ങൾക്ക് കാർഡുണ്ടോ, അങ്ങനെ കാർഡൊന്ന് വാങ്ങി കീശയിലിട്ട് നമുക്കൊരു 20,000 ഒപ്പിക്കാൻ പറ്റുമോ, 20,000 ഒപ്പിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം വെക്കുന്ന ആളെ കാർഡ് വാങ്ങി, മാല തൂക്കുന്ന ആളെ കാർഡ് വാങ്ങി, പൂജ കഴിക്കുന്ന നമ്പൂരിൻ്റെ കാർഡ് വാങ്ങി, അങ്ങനെ എല്ലാവരെയും കൂടി കാർഡ് വാങ്ങിയിട്ട് അടുത്ത കല്യാണം ഇവന്റ് മാനേജ്മെൻറ്റ് ഇവരെല്ലാവരെയും കൂടി സെറ്റിൽ ചെയ്യാൻ 1,00,000 റുപ്യ മതി. നേരെ അയാളോട് 25,00,000 റുപ്യക്കടുത്ത കല്യാണം ഇവന്റ് മാനേജ്മെൻറ്റ് ഹോള് തെറ്റോട് കണക്കൂട്ടി ഒരു 10,00,000 റുപ്യ അത് മുമ്പ് ലാഭം ഉണ്ടാകും. അതാണ് കളി. ഇവരോടൊക്കെ ബാർഗെയിൻ ചെയ്ത് ഏറ്റവും ഭംഗിയാക്കി അടുത്ത കല്യാണത്തിന് ഒരു നടത്തുക. 4 ഇങ്ങനെ ഇരിക്കുമ്പോൾ 4 പല ചിന്തയല്ലേ. ഇപ്പം കല്യാണത്തിനിരിക്കുന്ന പെൺകുട്ടീൻ്റെ മുഖത്തൊരു സങ്കടഭാവം ഉണ്ടോ എന്നൊരു സംശയം. ഉടനെ 4 ചിന്തിച്ചിട്ടുണ്ടായിക്കളെ, ഈ കുട്ടിക്ക് വേറൊരാളായിട്ട് പ്രണയം ഉണ്ടായിരുന്നു, വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് ഈ കല്യാണത്തിന് പറഞ്ഞയച്ചാന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ടകാവ്യ കാനന സീത എന്ന് പറഞ്ഞ കണ്ടകാവ്യം അങ്ങനെ കളി. അങ്ങനെ എന്തെങ്കിലും പേരൊക്കെ ഇടേച്ചി ആ ദുഃഖത്തെ ഗർഭം ധരിച്ച ഒരു കവിത അങ്ങോട്ട് പ്രസവിച്ചാലേ അവർക്ക് സമാധാനം. 5 ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കും. മിക്കവാറും ആൾക്കാരുള്ള 3 ചെയർ ഉണ്ടെങ്കിൽ നടുക്കുള്ള ചെയറിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തും ആളുണ്ടായിരുന്നു. 3 ചെയർ അടുപ്പിച്ച് ഒഴിഞ്ഞു നടക്കുന്ന സ്ഥലത്ത് നടുക്കുള്ള ചെയറിൽ പോയി. കാരണം ആ മറ്റവരോട് സംസാരിക്കേണ്ടതല്ലേ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വിവാഹം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായതാണ്, പണ്ടൊക്കെ വിവാഹം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ നോക്കി ഇങ്ങനെ ഒരു പുസ്തകം വായിച്ച് ഫോണിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. 6 കല്യാണത്തിന് വന്നുടനെ നമ്മളെ ഏർപ്പാടാക്കും. നിങ്ങൾ ഊണ് കഴിക്കുമ്പോൾ എന്നെ കൂടി വിളിക്കണേ, നിങ്ങൾ മറ്റേ ബസ്സിൽ കയറുമ്പോൾ എന്നെ കൂടി വിളിക്കണേ. എനിക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അല്ലേ, എന്നെ വിളിച്ചില്ല ഞാൻ എന്ത് ചെയ്യും, ഒരാൾ നയിക്കല്ലേ ഞാനെന്ത് ചെയ്യും, അങ്ങനെ എല്ലാവരോടും പറഞ്ഞിരിക്കും. 7 മറ്റേ പയ്യൻ്റെ അവിടെ പോയിട്ട് ഒരു ബലൂണുമായി പൊട്ടിക്കുന്നു, ബാൻഡ് മേള അടിക്കുന്നു, അതിനിടയ്ക്ക് സാമ്പാറിൻ്റെ ബക്കറ്റ് ഓടിക്ക് കൊണ്ടുവന്ന് ചെക്കൻ്റെ തലയിൽ ഒഴിക്കുന്നു, അങ്ങനെ പെണ്ണിനെ മറ്റേ JCBയിൽ ഇങ്ങനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് ബഹളം ഉണ്ടാക്കി ആകെ കൂടി അവിടെ ഒരു വെപ്രാളൊരു പാട്ട് ഒക്കെ അങ്ങനെയൊക്കെയാണ് പോകും. ഇത് കാണുമ്പോൾ ഒന്നിനെ ദേഷ്യം പിടിക്കുകയും ചെയ്യും. 8 പിന്നെ അടുക്കളയിൽ ഉണ്ടാവും. എല്ലാവരെയും വിളിച്ച് അവിടെ ചോറ് കൊടുക്കുമോ, ഇയാൾ ചോറ് മാത്രമേ വിളമ്പൂ. ഇയാൾ ഒരിക്കലും 8 എന്ന് പറഞ്ഞ മനുഷ്യ ഉപ്പേരിയോ അല്ലെങ്കിൽ അച്ചാറൊന്നും വിളമ്പൂല. ആ കൊടുത്തവർ ഏറെ കിട്ടു കൊടുക്കും. ഞാനല്ലേ ഇവിടുത്തെ മെയിൻ ആള്. അങ്ങനെ ലീഡർഷിപ്പ് എല്ലാവർക്കും എല്ലാ സാധനവും കിട്ടും. നേരെ കുറച്ച് 2 പോയി വിളമ്പാൻ നിന്നാലോ, ഏർപ്പാടാക്കിയാലോ 2 വിളമ്പി നോക്കും, 3ാമത്തെ ഇല ഒഴിവ് കിടക്കണം. അവിടെ ഇരുന്ന് ഊണ് വെച്ച് പോയി കളയും. വേറെ ആർക്കും ഉപ്പേരിയില്ല. അല്ലേ 8. 9 കല്യാണം ഇങ്ങനെ പോയി കല്യാണം കണ്ട് അല്ലേ എന്തിനാണ് ഇപ്പോൾ ഈ തെക്കും തിരക്കൊക്കെ കൂട്ടി സദ്യ കൊണ്ടാൻ പോണത്, വെറുതെ ഇതിലെങ്ങ് അപ്പുറത്തൂടെ അങ്ങ് പോയി വീട്ടിലേ പോയി കളയും. മരണ വീട് ഓരോ സിറ്റുവേഷൻ നോക്കൂ. ഇത് വളരെ രസമാണ് നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ. നിരീക്ഷണത്തിൽ കൂടി മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റും. ബേസ് നമുക്ക് പഠിക്കാം. ബേസ് ഇതേപോലെയല്ലേ ഫാമിലിയിൽ ഉണ്ടാവുക അല്ലേ. ഒരു ഫാമിലിയിലെ ഭർത്താവ് ഏതാണ്, ഭാര്യ ഏതാണ് അല്ലേ, ആ ഒരു കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഭർത്താവ് 1 ഭാര്യ 2 ആണെങ്കിൽ 2 ഭാര്യ നല്ലട്ടോ ഉദ്ദേശിച്ചത്. ഭർത്താവ് ഭാര്യൻ്റെ നമ്പർ 2 ആലോചിച്ച് നോക്കൂ. ഇയാൾ ഒരിക്കലും അംഗീകാരം കൊടുക്കില്ല. അയവക്കാണ് അംഗീകാരം കിട്ടിയാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. അല്ലാത്ത അവസ്ഥയല്ലേ. 5, 7 തമ്മിൽ കല്യാണം കഴിച്ചാൽ റെഡീംഡ് ആയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവൊക്കെ. അവിടുത്തെ മക്കൾ അച്ഛനും 1 മകളെ 7 ആണെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വീട്ടിലെത്തിയാൽ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ആണല്ലേ. വളരെ മനോഹരമാണത്. അപ്പോഴും നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ എനിയഗ്രാം പഠിച്ചത് മറ്റൊരാളെ വിധിക്കാനല്ല, നമ്മൾ റെഡീംഡ് ആവാനാണ് അല്ലേ. നമ്മളിനി എനിയഗ്രാം നന്നായിട്ട് തറവായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 4 ആൾ നടന്നു വരുമ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 7537 നടന്നു വരുന്ന മാതിരി തോന്നുക. ഒക്കെ സംഖ്യകളായിട്ട് നമുക്ക് തോന്നുക. ആൾക്കാരൊക്കെ നമുക്ക് നമ്പറായിട്ടാണ് തോന്നുക. അയ്യോ 2 ആണല്ലോ വരുന്നത്, അയ്യോ ഇയാൾ 3 ആണല്ലോ, ക്ലീൻ ഷേവ് ആണല്ലോ, ടിപ് ടോപ്പിലാണല്ലോ, ബ്രാൻഡഡ് സാധനമൊക്കെ ആണല്ലോ, 3 തന്നെയാണ് അല്ലേ.
അവരാളിങ്ങനെ പാട്ട് പാടി മറ്റേ ഫ്രീക്കൻ ഇങ്ങനെ പോകുമ്പോൾ അവരേഴല്ലേ പോണ്, അങ്ങനെ നമ്മളെ ഓരോ ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും. എന്നാലും നമുക്ക് അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസിൽ അങ്ങനെ ചിന്ത വരും. നല്ലതുമാണ് ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് അവരോട് പെരുമാറാൻ സാധിക്കുന്നു പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം, ഐഡന്റിഫൈ ചെയ്യാം, പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഏറ്റവും നല്ല നിരീക്ഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളെയും തന്നെ നിരീക്ഷിക്കാം. ഇത് എല്ലാ ആഴ്ചയും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ചെയ്ത് നോക്കാം. ഒരു അത്ഭുതം കാണാം. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏതാണ് ആദ്യം കിട്ടിയത് അത് മുകളിൽ തന്നെ നിൽക്കും. പക്ഷേ മറ്റുള്ള സംഖ്യകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാ ഞായറാഴ്ചയിലും ഒരു ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു അത്ഭുതം കാണാം. ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ഇങ്ങനെയുള്ള ഗ്രാഫ് ഏതാണ്ട് ഇങ്ങനെയായിട്ട് ചെറിയ സിക്സ് ഒക്കെ ആയിരിക്കും. കുറച്ച് കാലം കൂടി നോക്കുകയാണെങ്കിൽ അത് നേർരേഖയായി തീരും എന്ന് പറയും. ഞാൻ ചില ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്ട്. ഒന്ന്, നമ്മളുടെ പേഴ്സണാലിറ്റി ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ആ പേഴ്സണാലിറ്റിയെ റെഡീംഡ് ആക്കണം. എങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി റെഡീംഡ് ആവുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ പേഴ്സണാലിറ്റിക്കും റെഡീംഡ്, അൺറെഡീംഡ്, നോർമൽ എന്ന് പറയുന്ന 3 അവസ്ഥ ഉണ്ട്. എന്താണ് റെഡീംഡ് അവസ്ഥ? ആ പേഴ്സണാലിറ്റിൻ്റെ എല്ലാ നന്മകളും. ഏതാണ് അൺറെഡീംഡ് അവസ്ഥ? ആ പേഴ്സണാലിറ്റിയുടെ എല്ലാ ദോഷങ്ങളും. അപ്പം നോർമലോ? അതിൽ രണ്ടിൻ്റെയും കൂടി മിക്സ്, നല്ലതും ചീത്തയും കൂടി. കൂടുതൽ ആൾക്കാർ സമൂഹത്തിൽ നമ്മൾ ഈ നോർമൽ ആൾക്കാരെ കാണാം, എക്സ്ട്രീമിനെ കാണില്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രീമിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ 1ൽ 10 മാർക്ക് കിട്ടിയ ആളെ കുറിച്ചാണ് പറയുന്നത്. അയാൾ ഒന്നുകിൽ റെഡീംഡ് ആയിരിക്കും അല്ലെങ്കിൽ അൺറെഡീംഡ് ആയിരിക്കും. മാർക്ക് നോക്കിയാൽ റെഡീംഡ് ആണോ അൺറെഡീംഡ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം 3ൽ 10 കിട്ടിയ ആളാണെങ്കിൽ അയാൾ 3 ആണ്. റെഡീംഡ് ആണോ അൺറെഡീംഡ് ആണോ എന്നറിയില്ല. 9ൽ 10 മാർക്ക് കിട്ടിയ ആൾ 9 ആണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരേ 10ൽ 2 സംഖ്യയൊക്കെ ഉണ്ടാവും. 3ഉം 7ഉം 10 കിട്ടിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അയാൾക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലേ? അപ്പൊ ഏതാണ് ഒരു 5ൽ ഒരു നേർരേഖ ഒക്കെ വരുന്നതാണ് ഒരു ആരെന്ന് പറയാ, നമ്മളൊരു പുരുഷോത്തമൻ സാക്ഷി എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് റെഡീംഡ് ആവേണ്ടത്? ആദ്യം നിങ്ങളുടെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ വഴി ആ പേഴ്സണാലിറ്റിയെ റെഡീംഡ് ആക്കുക. ആ റെഡീംഡ് ആവാൻ എന്താ ചെയ്യേണ്ടത്? അത് ആ രീതിയിലാണ് എനിയഗ്രാമിന്റെ ചാർട്ട് വരച്ചിട്ടുള്ളത്. ഇതാണ് എനിയഗ്രാമിന്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എനിയഗ്രാമിനെ വരയ്ക്കുന്നത്. ഇതെങ്ങനെയാണ്? ഇവിടെ നോക്കിയാൽ കാണാം ഒരു സ്റ്റാർ ഇങ്ങനെ നടുക്കൊരു ത്രികോണം ഇങ്ങനെ കാണാം. ഒരു നീലയിലെ ത്രികോണം നടുക്ക് കാണാം. 9ഉം 3ഉം 6ഉം ഒരു ത്രികോണം കാണാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നക്ഷത്രം ഒരു പ്രത്യേക രീതിയിൽ വരച്ച ഒരു വരയാണ് കാണുക. അത് എന്ത് അടിസ്ഥാനത്തിലാണ് വരച്ചതെന്ന് ചോദിച്ചാൽ അത് സംഖ്യകൾ ആണ്. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 1നെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യകളെ പരസ്പരം യോജിപ്പിച്ചതാണ്. 1നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 1ൽ 7 പോവില്ല. അപ്പം നമുക്ക് പോയിന്റ് ഇട്ടിട്ടാണ് വരിക. അപ്പൊ പോയിന്റ് എത്ര വരും? 7ൽ. അപ്പൊ 10ലായി. 10 ഇട്ട് കഴിഞ്ഞാൽ 10ൽ 7 ഒരു പ്രാവശ്യം പോകും. അപ്പൊ 1 എഴുതി. പിന്നെ എത്രയാ ബാക്കി? 30. 30ൽ എത്ര പോകും? 4 7 28. അപ്പൊ 1 4 കിട്ടി. 1 കിട്ടി. 1 4 കിട്ടി. അപ്പൊ 4 7 28 കഴിഞ്ഞാൽ പിന്നെ 20. 20ൽ എത്ര 7 പോകും? 1 7 7 2 7 14 2 പ്രാവശ്യം പോകും. അപ്പൊ പിന്നെ 2 എഴുതി ഇവിടെ. അപ്പൊ 2 7 14. ബാക്കി 60. 60ൽ എത്ര 7 പോകും? 8 7 56. അപ്പൊ 8 പ്രാവശ്യം പോകും. അപ്പൊ 8 എഴുതി. ബാക്കി എത്ര ഉണ്ട്? 40 ഉണ്ട്. 40ൽ എത്ര 7 പോകും? 7 5 35. 5 പ്രാവശ്യം പോകും. പിന്നെ നേരെ 5ലേക്ക് വന്നു. അപ്പം ബാക്കി എത്ര ഉണ്ട്? 5 ഉണ്ട്. 50ൽ എത്ര പ്രാവശ്യം പോകും? 7 7 49 ആണ്. അപ്പൊ 7ലേക്ക് പോയി. അപ്പൊ എത്ര ബാക്കി? 1. വീണ്ടും ഒരു പ്രാവശ്യം നോക്കുക. അങ്ങനെ 1 4 2 8 5 7. 1 4 2 8 5 7. ഇതിങ്ങനെ ഒരിക്കലും അനന്തമായ സംഖ്യ ഇങ്ങനെ പോവുക ചെയ്യാം. ആ രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. 1നെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യകളെ 1 4 2 8 5 7 1 4 2 8 5 7 ഇങ്ങനെയാണ് പോകുന്നത്. ഒരു ത്രികോണം വേറെ. ഇതില് എന്തുകൊണ്ടാണ് ഇതൊരു ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞു. 2 3 4 എന്നുള്ളൊരു ഗ്രൂപ്പാണ്. ഇതിന്റെ നടുവിൽ ഏതാണുള്ളത്? 3. അപ്പൊ 3ന്റെ എക്സ്പാൻഷൻ ആണ് ഇത് രണ്ടും. അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് ഏതാ? 5 6 7. അതിന്റെ നടുവാണ് 6. 8 9 1 എന്ന് പറയുന്നത് അഗേൻസ്റ്റ് പീപ്പിൾ ആണ്. അതിന്റെ നടുവാണ് 9. അതുകൊണ്ടാണ് ഈ പേഴ്സണാലിറ്റി ഇതിന്റെ രണ്ടിന്റെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു നടുക്കൊരു ത്രികോണം വേറെ തന്നെ നിൽക്കുന്നത്. ഇനി എങ്ങനെയാണ് റെഡീംഡ് ആവേണ്ടത് നോക്കാം നമുക്ക്. ഈ പേഴ്സണാലിറ്റി എടുക്കാം നമുക്ക്. ഒന്നാമത്തെ പേഴ്സണാലിറ്റി പെർഫെക്ഷനിസ്റ്റ് ആണ്. എല്ലാം നമുക്ക് അറിയാം എന്തൊക്കെയാണ് സ്വഭാവം. വളരെ കർക്കശക്കാരനാണ്, സത്യം പറയുന്ന ആളാണ്, സത്യം ധർമ്മം നീതി ഇതൊക്കെയാണ്.
പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്, ചെരുപ്പ് വെക്കാനും ഷൂസ് വെക്കാനും പ്രത്യേക സ്ഥലമുള്ള ആളാണ്, കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. നല്ല മാനേജറാണെന്നൊക്കെ പറഞ്ഞു. ഇത് റെഡീംഡ് ആവാൻ എന്ത് ചെയ്യണം? ഇത് തൊട്ടടുത്ത 2 നമ്പറിലേക്ക് വിങ്സ് ഉണ്ടാക്കുക. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിറക്. മിക്കവാറും നമ്മളെ ആൻസർ കീ ശ്രദ്ധിച്ചറിയാം, ഏതെങ്കിലും ഒന്നില്, ഇപ്പൊ 1 പേഴ്സണാലിറ്റി വെച്ചാൽ ഒന്നുകിൽ 9 അല്ലെങ്കിൽ 2, ഏതെങ്കിലും ഒന്ന് കുറച്ച് ഹൈയിൽ നിൽക്കുന്നുണ്ടോ, ഒന്ന് കുറവായിരിക്കും. 2 ചിറകും ഒരേപോലെ ശക്തി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുതിച്ച് പറക്കാൻ സാധിക്കുന്നത്. ഒരു ചിറക് മാത്രം ഉണ്ടായാൽ നമുക്ക് പറക്കാൻ സാധിക്കില്ല. ആ ചിറകിന് നല്ല ശക്തി ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് റെഡീംഡ് ആവാനുള്ള ഏറ്റവും നല്ല അവസ്ഥ 9ലേക്കും 2ലേക്കും വിങ്സുകൾ ഉണ്ടാക്കുക, ചിറക് ഉണ്ടാക്കുക. 1ന്റെ ചിറക് എന്തൊക്കെയാ? 1 മറക്കട മുഷ്ടിയാണല്ലോ. അപ്പൊ 2ന്റെ സഹായിക്കുന്ന ഗുണം, എല്ലാവരും സഹായിക്കുന്ന അംഗീകാരത്തെ അങ്ങോട്ട് സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആളല്ലേ. അപ്പൊ അതിലേക്ക് 2ലേക്ക് ഒരു വിങ് ഉണ്ടാക്കുക. അതുപോലെ പീസ് മേക്കർ, സമാധാനത്തോടു കൂടി കാര്യങ്ങൾ നോക്കുക. നമ്മളൊക്കെ 1ന്റെ സ്വഭാവം എന്താ? ഞാൻ വിചാരിച്ചോ നല്ല കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ വളരെ പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് എല്ലാവരെയും വെറുപ്പിക്കുന്ന, എല്ലാവരെയും ഉപദേശിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവിടെ നിന്ന് മാറി 9ന്റെ ശാന്ത സ്വഭാവം സ്വീകരിക്കുക. അപ്പൊ 1 ആരായി? 1ന്റെ ഗുണങ്ങൾ മാത്രം അവിടെ നിലനിൽക്കുന്നുണ്ട്. 1 റെഡീംഡായി. റെഡീംഡ് 1 നല്ല മാനേജറാണ്. നമ്മൾ നേരെ 2ലേക്ക് നോക്കുമ്പോൾ 2 ഹെൽപ്പറാണ്, നോ എന്ന് പറയാൻ അറിയാത്ത ആളാണ്, സ്വന്തം കാര്യങ്ങൾ തുറന്നു പറയാത്ത ആളാണ്, വളരെ സഹായിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്, ലക്ഷ്യങ്ങൾ ഉണ്ടാവാറില്ല. ഒരുപാട് സങ്കല്പങ്ങൾ ഒന്നും നടക്കില്ല. കാരണം കല്യാണ വീട്, മരണ വീട്, സഹായിക്കലൊക്കെയാണ് പോവല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ആഗ്രഹങ്ങള്, പദ്ധതികള് കൃത്യമായി നടപ്പിലാക്കുന്ന 1ന്റെ ഗുണത്തെ സ്വീകരിക്കണം. അതുപോലെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന, കാരണം 1, 2 ഒരുപാട് കടം കൊടുത്ത് തിരിച്ചിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ഈ 3ന് തന്റെ ആവശ്യങ്ങൾ തുറന്ന് പറയുന്ന, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 3ന്റെ സ്വഭാവത്തെ സ്വീകരിച്ചാൽ ഈ 2 റെഡീംഡായി. 2ന്റെ യാതൊരു ദോഷവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ 3 എന്ത് ചെയ്യണം? 3 ബിസിനസ്സുകാരനല്ലേ. റെഡീംഡ് ആയ നല്ല ബിസിനസ്സുകാരനാണ്. അൺറെഡീംഡ് ആയാൽ 3 ഫ്രോഡാണ്. അപ്പൊ ഈ 3 ഫ്രോഡ് ആരെ പറ്റിക്കും, എന്നിട്ട് പൈസ ഉണ്ടാക്കാന്നുള്ള 3ന്റെ നെഗറ്റീവ് സ്വഭാവം. അപ്പൊ ഈ 2ലേക്ക് ഒരു വിങ് ഉണ്ടാക്കുക. 2ന്റെ സ്വഭാവം എല്ലാവരും സഹായിക്കാം. നോക്കൂ, റെഡീംഡ് ആയ എല്ലാ 3കളും, എല്ലാ ബിസിനസ്സുകാരും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അതുകൊണ്ടാണ് അവർ റെഡീംഡ് ആയത്. ഒരുപാട് പേര് നന്നായിട്ട് സമൂഹത്തിന് വേണ്ടി സഹായം ചെയ്യുന്ന ആൾക്കാർ, സമൂഹ വിവാഹം നടത്തുക, വീട് വെച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് റെഡീംഡ് 3ആവും. അതേ സമയത്ത് എന്ത് ചെയ്യണം? ഈ 3 ഒരു 4നെയും കൂടി ഉണ്ടാക്കണം. ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്. ആ പദ്ധതികളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കണം, ക്രിയേറ്റീവായിട്ട്. 4 എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്, ഋഷിയാണ്. അപ്പൊ 4ന്റെ ക്രിയേറ്റിവിറ്റിയും 2ന്റെ ആ സഹൃദയത്വം സ്വീകരിച്ച 3 റെഡീംഡായി, ഏറ്റവും നല്ല ബിസിനസ്സുകാരനായി. അപ്പൊ 4 എന്ത് ചെയ്യണം? 4 ഒരുപാട് സൃഷ്ടികളുടെ കവിതയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ലല്ലോ. ഇപ്പൊ ഒരു 3 ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ CD ഒക്കെ ആക്കി അത്യാവശ്യം ബിസിനസ് ചെയ്യാനൊക്കെ തുടങ്ങുക. അത് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. പക്ഷെ നിൽക്കരുത്, 5ലേക്ക് പോകുക. 5 എന്താണ്? 5ന്റെ ഗവേഷണത്വം ഉണ്ടാവുക. അതാണ് 4ഉം 5ഉം കൂടി ചേർന്ന ആളല്ലേ ഋഷി എന്ന് പറയുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിലെ ഋഷി തന്നെയായിരുന്നു ഇവിടുത്തെ ശാസ്ത്രജ്ഞനും. അയാൾ ഒരുപാട് ഗുരുകുലം ഉണ്ടാക്കിയ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ 3ന്റെ ഈ 4, 3ലേക്ക് 5ലേക്ക് വിങ്സ് ഉണ്ടാക്കിയാണ് ഋഷി എന്ന് പറയുന്നതാണ്. ഇതിനെ ഓർമ്മിക്കാൻ വേറെ ആരെ നിങ്ങൾ ഓർമ്മിക്കരുത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. പക്ക 4ആണ്, 3 ഉണ്ടാക്കി, 5 ഉണ്ടാക്കി. എന്ത് രസമാണ് ഈ സയൻസ്. വിങ്സ് ഉണ്ടാക്കിയപ്പോൾ ലോകത്ത് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ഡോക്ടർ APJ അബ്ദുൽ കലാം. ആർക്കാണ് അബ്ദുൽ കലാമിനെ ഒരു മോശം പറയാൻ സാധിക്കുക? അല്ലേ? ഒരുപാട് പേർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അബ്ദുൽ കലാമിന് അതുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഋഷിത്വമുള്ള ആളാണ്. നേരെ മറിച്ച് 5ലേക്ക് വന്നാലോ, 5 നല്ല ബുദ്ധിയുള്ള ആളാണ്, വായനയുള്ള ആളാണ്, അറിവുള്ള ആളാണ്, ഒക്കെയാണ്, എക്സ്ട്രീമാണ്. പക്ഷെ എന്തില്ല, ഇതെങ്ങനെയാണ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയില്ല. അതിൻ്റെ എങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ചിട്ടയായ പ്രവർത്തനത്തിൽ കൂടെ അത് നടപ്പിലാക്കാൻ സാധിക്കണം. അതാണ് ആ പുസ്തകം ചെയ്തെങ്കിൽ അത് വേണം. അപ്പൊ 5 ഏറ്റവും നല്ല റെഡീംഡ് 5ആയി. പലപ്പോഴും 5ന് എന്തിന്റെ സംശയരോഗമുണ്ട്, അൺറെഡീംഡ് 5ന് സംശയരോഗമുണ്ട്. ആ അൺറെഡീംഡ് 5ന്റെ സംശയരോഗം എവിടെ മാറുക? ഈ 6ന്റെ ഒബ്സർവേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല, അത് മനസ്സിലായി. അതേപോലെ 4ന്റെ എല്ലാത്തിനെയും കാണുന്ന നമ്മളെ കാഴ്ചപ്പാട് മാറ്റിയപ്പം 5 റെഡീംഡായി, ഏറ്റവും നല്ല 5ആയി. അപ്പൊ 6 എന്ത് ചെയ്യണം? 6ന് ഭയമല്ലേ. എന്തുകൊണ്ടാണ് ഭയം? ഇപ്പം എല്ലാത്തിനെയും പേടി. അപ്പം നമുക്ക് ഒരു വസ്തു എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഭയമുള്ളത്. ഇലക്ട്രിസിറ്റിനെ കുറിച്ചൊക്കെ അറിയാത്തതുകൊണ്ടാണ് കറണ്ടിനെ പേടിയുള്ളത്.
അറിവില്ലായ്മയാണ് ഭയത്തിന്റെ കാരണം എന്ന് പലപ്പോഴും ഋഷീശ്വരന്മാർ പറയാറുണ്ട്. അപ്പൊ ആ 6 എന്ത് ചെയ്യണം? അറിവുണ്ടാക്കണം. അറിവുണ്ടാക്കുന്ന സ്വഭാവം 5ന്റെ വളരെ നിരീക്ഷണത്തിൽ കൂടെ 5നുണ്ടെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെയൊക്കെയാണ് ഒരുപാട് ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണം? 6 അത് ഉണ്ടാക്കണം. 7ന്റെ അവസ്ഥ ഉണ്ടാക്കണം. 7 എന്താ? ഫുള്ള് ജോലിയല്ലേ, ജീവിതം ആഘോഷിക്കേണ്ടല്ലേ. അപ്പൊ ആത്മവിശ്വാസം ഉണ്ടായി. 6 ലോകത്തെ ദി ബെസ്റ്റ് 6 നല്ല ക്ലർക്ക്, നല്ല ലീഡർഷിപ്പുള്ള ക്ലർക്ക്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു നല്ല ക്ലർക്കായി. അപ്പൊ 7 എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ 6 അൺറെഡിമേഡ് ആയി പോകും, 2ലേക്ക് വിങ് ഇല്ലെങ്കിൽ. അപ്പൊ 7 എന്ത് ചെയ്യണം? 7ന് 8ലേക്കും 6ലേക്കും വിങ് ഇല്ലെങ്കിൽ 7 അൺറെഡിമേഡ് ആകാം. അപ്പൊ 7 എന്ത് ചെയ്യണം? 7 ഫുള്ള് അടിച്ചുപൊളിന്റെ ആളല്ലേ, 1ലും ഡെപ്ത് ഇല്ലല്ലോ. ഒരുപാട് പദ്ധതികൾ പരിപാടികളുണ്ട്, ഇതൊന്നും നടപ്പിലാക്കല്ല. കൃത്യമായിട്ട് രാവിലെ തോന്നുമ്പോൾ കടന്നുറങ്ങും, കുട്ടികളെ കൂടെ അടിച്ചു പൊളിക്കാൻ നാളാന്നുള്ളൊരു വിചാരം ഇല്ലല്ലോ, ഒരു ഭയം ഇല്ലല്ലോ. മനുഷ്യനൊരു മിനിമം എന്ത് വേണം? ഒരു ചെറിയ കരുതലും ഒരു ഭയമൊക്കെ വേണം, മിനിമം സാധനങ്ങൾ വേണം. ആ 6ന്റെ ക്ലറിക്കൽ വർക്ക്, അതുപോലെ ഭയം, ആ ഒരു കൃത്യമായ പദ്ധതി ആവിഷ്കരിക്കുന്ന, നാളത്തെ കുറിച്ച് ചിന്തിക്കുന്ന സ്വഭാവം വേണം. അതുപോലെ 8ന്റെ ലീഡർഷിപ്പ് വേണം. ഏറ്റവും നല്ല ലോകത്തിലെ ഏറ്റവും നല്ല ട്രെയിനർ. എന്ത് രസമായിട്ടാണ് 7 സംസാരിക്കുക, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ, അതുണ്ടാകും. അപ്പൊ 8 എന്ത് ചെയ്യണം? 7ലേക്ക് 9ലേക്ക് വിങ്ങുണ്ടാക്കണം. 8 എന്താ? ലീഡർഷിപ്പ് അല്ലേ. എങ്ങനത്തെ ലീഡർഷിപ്പ്? അൺറെഡിയും ഡട്ടാരാ, തനി ഗുണ്ടായിസം, തന്റെ ആശയങ്ങൾക്ക് എതിർക്കുന്ന ആൾക്കാർ കൊന്നുകളയെന്നൊക്കെ പറയുന്ന ആളല്ലേ, ഹിറ്റ്ലറൊക്കെ അല്ലേ. അതെന്ത് ചെയ്യുക? ആ 7 ഉണ്ടാക്കുക, സഹൃദയത്വം ഉണ്ടാക്കുക. ഫുള്ള് ലൈഫ് ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, എൻജോയ് ചെയ്യുക ലൈഫിനെ. മറ്റേ 8 ഒരിക്കലും ചിരിച്ചുമ്പോൾ കാണില്ല. അപ്പൊ ആ സാധനം ഉണ്ടാക്കി അതേപോലെ 8 എന്ത് ചെയ്യുക? 9 ഉണ്ടാക്കുക, ആ സമാധാന സ്വഭാവം ഉണ്ടാക്കുക. ഒരുപാട് ആശയം നടപ്പിലാക്കാനുള്ള കഴിവുണ്ട്, ആശയം വേണ്ടേ, നല്ല ആശയം ഉണ്ടാവും. മറ്റെന്താ വെച്ചാല് കിട്ടുന്ന ആശയം നടപ്പിലാക്കാൻ നോക്കും. അത് പലപ്പോഴും തൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. കൃത്യമായ ചിന്ത ഉണ്ടെങ്കിലോ, അപ്പോൾ 8 ലോകത്തെ ഏറ്റവും നല്ല ലീഡർ, ലോകത്തെ ഏറ്റവും നല്ല ലീഡർ. അപ്പോൾ 9 എന്ത് ചെയ്യണം? 9ന് വളരെ ആശയങ്ങൾ നടപ്പിലാക്കാൻ അറിയില്ല. അപ്പൊ ആശയമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ ലീഡർഷിപ്പ് ഉണ്ടായാൽ കൃത്യമായി നടപ്പിലാക്കും. അതേപോലെ തന്നെ അലസതല്ലേ, കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവമല്ലേ, അത് തീരെ ഇഷ്ടമില്ലാത്ത ആളാ. ഒന്നിന്റെ ആ സ്വഭാവത്തെയും കൂടി സ്വീകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി. നോക്കൂ, നമ്മുടെ ലോകത്ത് ഓരോ ആൾക്കാർ ജനിക്കുന്ന ഓരോ കാര്യങ്ങൾക്കാണ്. ഇവിടെ 9, 8ന്റെ പണിയോ 7ന്റെ പണിയോ എടുക്കാൻ ഏതാണോ നമ്മളെ പേഴ്സണാലിറ്റി, അത് റെഡീംഡ് ആവുകയാണ് വേണ്ടത്. അത് റെഡീംഡ് ആയി. ഈ ലോകത്തെ ഏറ്റവും നല്ല പോലീസുകാരൻ വേണം, ഈ ലോകത്തെ ഏറ്റവും നല്ല ഡോക്ടർ വേണം. നിങ്ങൾ എന്താവാനാണ് ജനിച്ചത് അതായി തീരണം. നമ്മൾ എന്തായാലും കുഴപ്പമില്ല, നിങ്ങളെ ലോകത്തെ എല്ലാ ജോലിക്കും അതിന്റെ മഹത്വമുണ്ട്. അതിലേറ്റവും വലുത് നല്ലത് നിങ്ങളായിരിക്കണം. നിങ്ങളൊരു മുട്ടുസൂചി കച്ചവടക്കാരനാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല മുട്ടുസൂചി കച്ചവടക്കാരനാകാം. ഏറ്റവും നല്ല ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്ന് പറയും. നമ്മൾ എന്തിനാണോ ജനിച്ചത് അത് കണ്ടെത്തി അത് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം ആഘോഷിക്കാൻ പറ്റുക. ഇനി ഇത് എന്ത് ചെയ്യണം? അതാണ് വിങ്സുകൾ. ഇനി ഏരോസ് പറയാം. ഏരോ എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം എങ്ങോട്ടാണ് പോയത്? ആദ്യം നിങ്ങൾ ത്രികോണം കാണാം, ഇത് 3 നമ്മളുടെ ത്രികോണം. ഇതെന്താ ചെയ്യേണ്ടത്? റെഡിയുണ്ടോ അല്ലെങ്കിൽ നിൽക്കാൻ? നമ്മളെ പേഴ്സണാലിറ്റി 9 ആണ് വിചാരിക്കാം. ഇത് നമ്മൾ 9 എന്തുണ്ട്? വളരെ ഐഡിയകളും പദ്ധതികളൊക്കെ ഉണ്ട്, പക്ഷേ എന്തില്ല, അത് നടപ്പിലാക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? അത് കൃത്യമായി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഈ 3 വളരെ കൃത്യമായിട്ട് പദ്ധതി നടപ്പിലാക്കുന്ന ആളാണ്. അപ്പൊ 3ന്റെ ഗുണങ്ങളെ സ്വീകരിക്കണം. അപ്പൊ എന്നിട്ട് അവിടെ നിൽക്കാൻ പാടുണ്ടോ? അവിടെ നിൽക്കരുത്. അവിടെ നിന്ന് ഈ പദ്ധതികളൊക്കെ 3ന് ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഒരു പദ്ധതി, ഉച്ചയ്ക്ക് പുതിയ പദ്ധതി ഉണ്ടാക്കും, വൈകുന്നേരം വേറെ പദ്ധതി ഉണ്ടാക്കും. ഇത് നടപ്പിലാക്കാൻ നോക്കാറില്ല, സമയം കിട്ടാറില്ല, അതിനുള്ള പദ്ധതിയില്ല. അപ്പൊ അതിനെന്തിനാ അതൊക്കെ ചെയ്യുന്ന ഒരു ആർത്തം ഉണ്ടാക്കണം. അതിനെ ആർത്തം എന്ന് വിളിക്കാം നമുക്ക്. ഇല്ലെങ്കിൽ നല്ലൊരു 6നെ സുഹൃത്തായി കിട്ടിയാലും മതി. ഞാൻ അവസാനം പറയാം നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. കോപ്പി ചെയ്യാണ് വേണ്ടത് 6 ആൾക്കാർ. എന്നിട്ട് 6 നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. 6 എന്ത് ചെയ്യണം? അത് 9ലേക്ക് വലിയ ആശയമായിരിക്കണം. നമ്മളെ ലക്ഷ്യങ്ങൾ ചെറുതാവരുത്. ഞാൻ രക്ഷപ്പെടണമല്ല, ഞാൻ രക്ഷപ്പെടുമ്പോൾ എൻ്റെ കുടുംബം രക്ഷപ്പെടണം, ഈ സമൂഹം രക്ഷപ്പെടണം, രാഷ്ട്രത്തിന് പോലും അതിൻ്റെ ഗുണം ഉണ്ടാവണം. അപ്പോൾ വലിയൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ ചെറിയ ലക്ഷ്യങ്ങളെ മാറ്റി വലിയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഈ 9നെ സ്വീകരിക്കണം. അപ്പോൾ എന്തായി? ഇയാൾ ഇവിടുന്ന് യാത്ര ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും പോകുമ്പോൾ ഒരു ഏറ്റവും നല്ല പുരുഷോത്തമനായി മാറുമെന്ന് പറയാം. ഇനി ഓരോ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഏരോസ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇത് നമ്മൾ പോയത് പ്രദക്ഷിണമായിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ 9 അങ്ങോട്ട് നമ്മൾ പോയത്. 9 ഏരോസ് വരുന്നത് നമുക്ക് ഇങ്ങനെയാണ് ഏറോ ഉണ്ടാക്കിയത്. നമ്മൾ 3ലേക്ക് വന്നു, 3 6ലേക്ക് പോയി, 6 9ലേക്ക് പോയി. ഇങ്ങനെയാണ് ഇതിന്റെ ഏരോ പോകുന്നത്. എങ്കിൽ നമ്മൾ മറ്റുള്ള 1ന്റെ ഒക്കെ പോകുന്ന സമയത്ത് അപ്രദക്ഷിണമായിട്ടാണ് ഏരോ കൊണ്ടത്.
ഒന്നെന്ത് ചെയ്യണം? ഒന്നിന്റെ നമുക്ക് അറിയാം, ജീവിതത്തിൽ വളരെ സ്ട്രിക്റ്റ് അല്ലേ, ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആള്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾ. അപ്പൊ ഒന്ന് എന്ത് ചെയ്തു? ഈ 7 കൊണ്ട് സ്വീകരിച്ചാലോ? 7 എന്തൊരു രസമാണല്ലേ. എന്താണോ സിറ്റുവേഷൻ അതിനെ ആഘോഷിക്കും. മരിച്ച വീട്ടിൽ വരെ ആഘോഷിക്കുന്ന ആൾക്കാരല്ലേ. ഒരു യാത്രയും ആക്സിഡന്റ് ഉണ്ടായാലും ആ ആക്സിഡന്റിനെ ആഘോഷിക്കും. എല്ലാത്തിനും ആഘോഷിക്കുന്ന ആള്. എന്താണോ സിറ്റുവേഷൻ, ഒന്നിന്റെ സ്വഭാവം എന്താ? ഞാൻ വിചാരിച്ചതുപോലെ അല്ല, വേറെ ഏത് രീതിയിൽ വന്നാലും ടെൻഷൻ അടിക്കാം. 7ന്റെ അവസ്ഥയോ എങ്ങനെ വന്നാലും സന്തോഷം അല്ലേ. ആ സന്തോഷത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഒന്ന് യാത്ര ചെയ്യേണ്ടത് 7ലേക്കാണ്. 7 നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. 7ന്റെ സ്വഭാവം എന്താ? ഒക്കെ ഇങ്ങനെ ഡെപ്തിൽ അടിച്ചു പൊളിച്ച് പോവല്ലേ. അവളെ കൃത്യമായ പഠനം വേണ്ടേ. 7 നേരെ 5ലേക്ക് യാത്ര ചെയ്യണം. 5 നിന്നാലോ? 5 നിന്നാൽ നേരത്തെ പറഞ്ഞു ഇൻട്രോവേർട്ട് ആയി പോകും, ഗവേഷണം മാത്രമായി പോകും. അവിടുന്ന് ഈ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ലോകത്തിന് കൊടുക്കണ്ട, ലീഡർഷിപ്പ് വേണ്ട. നേരെ 8ലേക്ക് പോവാം. 8 നിൽക്കാൻ പാടുണ്ടോ? 8 നിൽക്കാൻ പാടില്ല. 8 നേരെ 8ന്റെ ആ ധാർഷ്ട്യമല്ലേ, അവിടുന്ന് മാറി നേരെ 2ലേക്ക് വരും. അങ്ങനെ 2 നിൽക്കാൻ പാടില്ല. 2 വീണ്ടും എന്ത് ചെയ്യണം? ഒരുപാട് സഹായമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും കുറെ സഹായം ചെയ്യലല്ല, വളരെ പ്ലാൻ ഉണ്ടായിട്ട് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 4ലേക്ക് പോവാം. എന്നിട്ട് 4 നിൽക്കാൻ പാടില്ല. 4 ഒരുപാട് ചിന്തകൾ ഋഷിയാണ്, പക്ഷെ എന്തില്ല, ഒന്നിനൊരു വ്യവസ്ഥ അല്ല. ഇവിടെ ആകെ ഒരേ ഒരു ക്രമേ ഉള്ളൂ, അത് അക്രമമാണെന്ന് പറഞ്ഞ മാതിരിയാ. ഇവിടെ ആകെ ഒരു വ്യവസ്ഥയുള്ളൂ, അത് അവ്യവസ്ഥ നമുക്ക് ആൾക്കാർ പറയലുണ്ട്. അതേപോലെ അവ്യവസ്ഥയാണത്. ഇവിടെ നേരിട്ട് ഒന്നിലേക്ക് ഒരു വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയാലോ ആരായ അയാള്? അപ്പം ഈ എല്ലാ നമ്പറിനും കൂടി ഒരു സാധനം മുകളിലേക്ക്, എല്ലാ നമ്പറിനും സാധനം മുകളിലേക്ക് വന്നാൽ അത് എന്തായി തീരും? ഒരു സ്ഫടികമായി തീരും. അപ്പൊ ഈ ഇങ്ങനെ ഒറ്റ യാത്ര ചെയ്ത് വരുമ്പോഴേക്കും ഈ ലോകത്ത് നമ്മൾ സ്ഫടികമായി, രത്നമായി മാറും. നമ്മൾ രത്നമായി മാറും, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള രത്നമായി മാറും നമ്മൾ. അപ്പൊ അതിന് ഈ യാത്ര ചെയ്യാൻ വേണ്ട ഒരു യാത്ര ചെയ്യണം, അത് ഈ യാത്രയാവട്ടെ എന്ന് പറയും. അപ്പൊ എല്ലാത്തിനെയും ക്വാളിറ്റി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന പറയും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനെയർ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ, നമ്മളെ വാട്സപ്പിലൊക്കെ നമ്മളെ ക്വസ്റ്റ്യനെയർ ഉണ്ട്, PDF ആയിട്ട് യൂട്യൂബിലുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനെയർ ഡൗൺലോഡ് ചെയ്തിട്ട് 90 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് 1 മുതൽ ഓരോ ചോദ്യത്തിന് 2, ഒരു തൊട്ട് മുമ്പിലൊരു ആൻസർ കീ, ഒരു ചോദ്യ പേപ്പർ ഉണ്ട് 90 ചോദ്യമുള്ള, അതിന് ആൻസർ കീ ഉണ്ട്. ആൻസർ കീക്കിൽ 90 കള്ളികളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിക്കുക, ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾ ശരിയിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. അങ്ങനെ 90 ചോദ്യത്തിനും ശരിയോ തെറ്റോ ഇടുക. എന്നിട്ട് ഏറ്റവും അവസാനം അടിയിൽ ടോട്ടൽ എന്ന് പറയുന്നത് 1 9 വരെയുള്ള കള്ളികൾ കാണാം. ഫസ്റ്റിലത്തെ കള്ളിയിൽ 1 എത്ര ശരി കിട്ടിയിട്ടുണ്ട്, ശരി മാത്രം എഴുതി വെക്കാം. അങ്ങനെ കിട്ടുന്ന ആൻസർ ഇപ്പോൾ 1 7 ആയിരിക്കും, 2 10 ആയിരിക്കും, 3 5 ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കിട്ടും. അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫും ആ ആൻസർ കീയിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു വരയാണ് പോവുക. ഇവിടെ ഇങ്ങനെ നമ്മൾ 10 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവിടെ 9 ആണ് ഉണ്ടാവുക. 1 2 3 4 5 6 7 8 9. ഇവിടെ ഇങ്ങനെ 10 വരെ കാണാം. ഇതിൽ ഒന്നാമത്തെ പേഴ്സണാലിറ്റി നിങ്ങൾ എവിടെയാ മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഏതെങ്കിലും തരത്തിലൊരു ഗ്രാഫ് കിട്ടും. അതായിരിക്കും ഇപ്പൊ ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏതാ? ഇതിൽ നിൽക്കുന്നത് 4 ആണ് നിൽക്കുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി 4 ആണ്. അപ്പൊ ഏറ്റവും നിൽക്കുന്നത് 5 ആണെങ്കിൽ പേഴ്സണാലിറ്റി 5 ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ 2 എണ്ണത്തിൽ ഇപ്പൊ ഏതാണ്ട് 5ഉം 7ഉം 5ഉം 8ഉം 3ഉം 8ഉം ഹൈ നിൽക്കുന്നുണ്ടെങ്കിലോ ആ 2 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആരാണ് പുരുഷോത്തമൻ? ഇത് റെഡീംഡ് ആവാൻ വേണ്ടി തൊട്ടടുത്ത നമ്പറിലേക്ക്, ഇപ്പൊ ഇയാള് റെഡീംഡ് ആണോ നോക്കുമ്പോ അല്ല. കാരണം എന്താ? ഇത് വളരെ തൊട്ടടുത്ത 4ന്റെ തൊട്ടടുത്ത 3 വളരെ താഴെയാണ്. അപ്പൊ അയാൾ റെഡീംഡ് അല്ല. 5 ഉണ്ട്. അപ്പം 4നെ സ്വീകരിക്കണം. ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഏതാണോ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യണം. ആ സ്വഭാവത്തെ സ്വീകരിക്കുമ്പം ഇത് കുറച്ച് കൂടുമ്പം ഇത് കുറച്ച് കുറയും. അങ്ങനെ മട്ടലിന്റെ മുകളിൽ ചവിട്ടുന്ന മാതിരിയാണ്. ഒരു സൈഡിൽ ചവിട്ടുമ്പോൾ വേറെ തന്നെ പൊന്തില്ലേ. ഇങ്ങനെ മാറി ഏറ്റവും അവസാനം ഒരു കുറച്ച് കാലം കൊണ്ട്, ഒരു കൊല്ലം കൊണ്ട് നിങ്ങളെ ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പം നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ ഒരു നേർരേഖ കിട്ടും. ആ നേർരേഖ കിട്ടുന്നതാണ് പൂർണ്ണം. അവിടെ പറയും നിങ്ങൾ പുരുഷോത്തമനായി എന്ന് പറയും. ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക, ഇങ്ങനെയാണ് റെഡീംഡ് അൺറെഡീംഡ് ആവുക, ഇങ്ങനെയാണ് തിരിച്ചറിയുക. ഈ ലോകത്തെ വളരെ മനോഹരമായ ശാസ്ത്രമാണ് എനിയഗ്രാം.
ആയിരക്കണക്കിന് വർഷം മുമ്പ് നമ്മളെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതാണ്. അത് സൂഫി പരമ്പരയിൽ കൂടിയും ബുദ്ധ പരമ്പരയിൽ കൂടിയും ഒക്കെ ലോകം മുഴുവൻ എത്തിയതാണ്. ഇപ്പോൾ ഓസ്കാർ ഇക്കാസോ വഴി അമേരിക്കയിലുള്ള അരീക്ക അക്കാഡമി വഴി ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന, ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഭരണകർത്താക്കളും വലിയ വലിയ കമ്പനികളിലേക്ക് ഇന്റർവ്യൂവിന് ആളെടുക്കുമ്പോൾ എന്താണ് ഇന്റർവ്യൂ ആണ്. എല്ലാവരും കൊടുക്കുന്നത് ഈ ക്വസ്റ്റ്യനെയർ ആണ്. ആ ക്വസ്റ്റ്യനെയർ നോക്കിയിട്ട് നിങ്ങളെ പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ഈ ജോലിക്ക് പറ്റുമോ എന്ന് നോക്കിയിട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായം, നാളെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴും ഈ ഒരു വഴി സ്വീകരിക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇയാൾ എനിക്ക് പറ്റിയ പാർട്ട്ണറാണ് നിങ്ങൾ തിരിച്ചറിയണം. അപ്പം അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഈ 9 ആൾക്കാർ ലോകത്ത് ആവശ്യമുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഏതാണ്. അങ്ങനെയല്ല, ലോകത്തിൽ എല്ലാവരും നല്ലവരാണ്. എല്ലാവരും ലോകത്ത് ആവശ്യമുള്ളവരാണ്. റെഡീംഡ് ആയാലും എല്ലാവരും നല്ലതാണ്. അൺറെഡീംഡ് ആയാൽ എല്ലാ പേഴ്സണാലിറ്റിയും മോശമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ റെഡീംഡ് ആവുക, പിന്നീട് നമ്മൾ യാത്ര തുടരുക, അവസാനം നമ്മൾ പുരുഷോത്തമനായിക. ഈ ജന്മം നമ്മൾക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ളതാണെന്ന് വിശ്വസിക്കുന്നവര് ഒരിക്കലും എനിയഗ്രാം പഠിക്കാതിരിക്കരുത്. ലോകത്ത് ആത്മസാക്ഷാത്കാരത്തിന്റെ എൻലൈറ്റ്മെന്റിന്റെ ഏറ്റവും എളുപ്പമുള്ള ആഴമുള്ള ശാസ്ത്രം എനിയഗ്രാമാണ്. അതിലൂടെ നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. നമുക്ക് സമൂഹത്തിൽ ഏറ്റവും നല്ല വ്യക്തി എന്നറിയപ്പെടാൻ സാധിക്കും. നന്ദി, നമസ്കാരം.